വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. ഇതിൻ്റെ പേരാണ് ചിക്കൻ മണവാട്ടി. അപ്പോൾ മണവാട്ടിയെ പോലെ തന്നെ നന്നായി അണിഞ്ഞ് ഒരുങ്ങിയിട്ടുള്ളൊരു ചിക്കനാട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ 1/2 ടീസ്പൂൺ മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ വേറെ വേറെ എടുത്തോളാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 3 സവാള ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് പച്ചമുളക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് കീറി കൊടുത്തിട്ടുണ്ട്. ചിക്കന് മുഴുവനായിട്ടുള്ളതാണ്, അത് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ കയ്യിലും കാലിലും എല്ലാം ചെസ്റ്റ് ഭാഗത്തൊക്കെ നന്നായിട്ട് വരയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴേ മസാല അതിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് ഇറങ്ങുകയുള്ളൂ. പിന്നെ ലെമൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മസാലകളും എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ലെമൺ ഒഴിച്ചു കൊടുക്കുക. ഒരു ലെമൺ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെള്ളം ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും, അതോടൊപ്പം തന്നെ ഡ്രൈ ആയിരിക്കില്ല. അതിന് വേണ്ടിയാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത്. പിന്നെ മസാലയുടെ കുത്തുന്ന ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ ഉള്ളിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഉള്ളിലും അതിൻ്റെ വരൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ മസാല കൂടുതലാണല്ലോ എന്ന്. കാരണം ഈ സവാള ഇതുപോലെ തന്നെ മസാലയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും മസാല എടുത്തത്. അപ്പോൾ ഇതേ അളവിൽ തന്നെ എടുത്തോളാം കേട്ടോ. ഞാനിപ്പോൾ 1 കിലോയുടെ ചിക്കൻ ആണ് എടുത്തത്. അപ്പോൾ അതിന് ഈ അളവിൽ തന്നെ മസാല എടുക്കുക. അപ്പോൾ ചിക്കനിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഒരു 15 മിനിറ്റ് വരെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ തന്നെ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഈ സവാള ഇതുപോലെ തന്നെ ബാക്കിയുള്ള മസാലയിലിട്ട് ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ചിക്കന് നിങ്ങൾ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ സവാള ഇപ്പം തന്നെ വെക്കണ്ട കേട്ടോ. സവാള ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ ഒന്ന് ഇതുപോലെ മാരിനേറ്റ് ചെയ്തെടുത്താൽ മതി. കുറേ സമയം വെച്ച സവാള എല്ലാം കൂടെ ഒന്നായിട്ട് എന്താ പറയുക സോഫ്റ്റായ പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്താൽ നമുക്ക് സാധാരണ പാകത്തിന് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സവാള ഫ്രൈ ചെയ്യാൻ നേരത്ത് ഇതുപോലെ മസാല തേച്ചാൽ മതി. ചിക്കന് ആദ്യം തന്നെ ചെയ്ത് വെച്ചോളാം കേട്ടോ. അപ്പോൾ നമ്മളിത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു അലുമിനിയം ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി മുങ്ങി വരാൻ പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇനി വെളിച്ചെണ്ണ നല്ല ചൂടായ ശേഷം ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. 2 ഭാഗം നന്നായിട്ട് കുക്കായി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീ കൂട്ടിയാൽ പെട്ടെന്ന് തന്നെ ചിക്കന് കരിഞ്ഞു വരുള്ളൂ. അപ്പോൾ നമുക്ക് ഉള്ളിലൊന്നും കുക്കായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല ചെറിയ തീയിലിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത് കുത്തി നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ബാംബൂ സ്റ്റിക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. മറ്റേതാകുമ്പോൾ ചിലപ്പോൾ സവാള പറ്റി പിടിക്കും. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ബാക്കി വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തത്. അപ്പോൾ ഇതിലിട്ട് ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിന് ഈ സവാളയൊക്കെ ഈ എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നമുക്കിത് ഈ ചിക്കൻ്റെ സൈഡിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ചിക്കൻ്റെ പേര് മണവാട്ടി ചിക്കൻ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് അണിയിച്ചൊരുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 3 മുട്ട പുഴുങ്ങിയെടുത്തത് ഇതിൽ കട്ട് ചെയ്തിട്ടും അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ടൊമാറ്റോ കൊണ്ടൊരു ഫ്ലവർ ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡിലൊക്കെ ടൊമാറ്റോസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കശുവണ്ടിയും കിസ്മിസും കൂടെ ഫ്രൈ ചെയ്തത് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ലെമണും കുറച്ച് കുക്കുംബറും കൂടെ സ്ലൈസ് ആക്കിയിട്ട് അതിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മണവാട്ടി ചിക്കൻ ഇവിടെ
ഇവിടെ നന്നായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, നല്ല കുക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ മണവാട്ടി ചിക്കൻ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് നൈസ് കിച്ചൻ.